ആവേശവിതറിയ ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ മധ്യ കേരളത്തിലെ LDF സ്ഥാനാർത്ഥികൾ ഞായറാഴ്ചയും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികൾ. ചുട്ടുപൊള്ളുന്ന വെയിലും കൊടും ചൂടും അവഗണിച്ച നിരവധി ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികളെ വരവേറ്റു. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പ്രചരണം ആരംഭിച്ചത്. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത ആരിഫ് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ ചടങ്ങിലും പള്ളികളിലും പ്രചരണത്തിനെത്തി. വൈകിട്ട് ചേർത്തല നഗരത്തിൽ നടന്ന റോഡ് ഷോയിലും ആരിഫ് പങ്കെടുത്തു. മാവേലിക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി CA അരുൺകുമാർ പത്തനംതിട്ട നിയമസഭാ മണ്ഡല പരിധിയിലായിരുന്നു ഇന്നത്തെ പര്യടനം. പിടവൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചരണം വാഴപ്പാറയിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ വൻ വരവേൽപ്പാണ് കോട്ടയം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് ലഭിച്ചത്. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി വൈകിട്ട് LDFന്റെ നേതൃയോഗത്തിലും കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രാവിലെ കടവന്ത്രയിലും ഉച്ചയ്ക്ക് ശേഷം എളമക്കരയിലുമാണ് പര്യടനം നടത്തിയത്. രാവിലെ പര്യടനത്തിനിടെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലും KJ ഷൈൻ ടീച്ചർ പങ്കെടുത്തു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഇന്നത്തെ പര്യടനം പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ചു. രാവിലെ സുനിൽകുമാർ വല്ലച്ചിറയിൽ യുവാക്കളുടെ ബൈക്ക് റാലിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം പാവറട്ടി പള്ളി സന്ദർശിച്ച സുനിൽകുമാർ മണലൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തി. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് രാവിലെ അങ്കമാലിയിലും വൈകിട്ട് ആലുവ മേഖലയിലും പ്രചരണത്തിനെത്തി. രവീന്ദ്രൻ മാഷെ സ്വീകരിക്കാൻ ഓരോ കേന്ദ്രത്തിലും നിരവധി പേരാണ് എത്തിയത്. ഇടുക്കി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലായിരുന്നു ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പര്യടനം നടത്തിയത്. സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് വരവേറ്റു. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും പ്രചരണത്തിൽ സജീവമായിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.